ഹലോ മൈ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISL അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഓരോ ടീമുകളും പ്ലേ ഓഫിന് വേണ്ടിയിട്ട് പോരടിക്കുകയാണ്. ആവേശം തന്നെയാണ് ഓരോ മത്സരങ്ങളും തീർച്ചയായിട്ടും. ഏതായാലും ഇന്ന് ഒരു കിടിലൻ മത്സരം നമ്മൾ കണ്ടു കഴിഞ്ഞു. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ബംഗളൂരു FCക്കെതിരെ നാടകീയ വിജയം സ്വന്തമാക്കുന്ന പഞ്ചാബ് FCയാണ് നമ്മൾ കണ്ടത്. അവരുടെ വിജയമില്ലാത്ത 7 മത്സരങ്ങളുടെ യാത്രയ്ക്കും പഞ്ചാബ് ഇന്ന് അവസാനം കുറിക്കുന്ന ഒരു കാഴ്ചയും. ഗോൾ രഹിതമായിട്ടുള്ള ആദ്യ പകുതിക്ക് ശേഷം മത്സരത്തിന്റെ 49-ാം മിനിറ്റിൽ എഡ്ഗർ മെൻഡസ് ബംഗളൂരുവിന് ലീഡ് സമ്മാനിച്ചെങ്കിൽ കൂടി പഞ്ചാബ് FC വേഗത്തിൽ നിന്ന് തിരിച്ചടിക്കുന്ന കാഴ്ച. കളിയുടെ 55-ാം മിനിറ്റിൽ അസ്മിർ സുൽജിക്ക് ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഒപ്പത്തിനൊപ്പം എത്തിക്കുന്നു. 79-ാം മിനിറ്റിൽ ലീഡെടുക്കുന്ന പഞ്ചാബ് FCയാണ് നമ്മൾ കണ്ടത്. പക്ഷേ സ്റ്റോപ്പേജ് സമയത്ത് രാഹുൽ ബേക്കയിലൂടെ ബംഗളൂരു ഒരു സമനില ഗോൾ കണ്ടെത്തിയെങ്കിൽ കൂടി അവസാന നിമിഷം ലൂക്ക പഞ്ചാബ് FCയെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഈ ഒരു വിജയത്തോടുകൂടെ പഞ്ചാബ് FC 23 പോയിന്റുമായി ISL പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്ത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് തൊട്ട് താഴെയായിട്ടാണ് തുടരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും പഞ്ചാബ് FCയുടെ ഈ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ലുക്ക് അറ്റ് ദ പോയിന്റ് ടേബിൾ. കേരള ബ്ലാസ്റ്റേഴ്സ് 19 കളികളിൽ 7 വിജയം 3 സമനില 9 പരാജയം 24 പോയിന്റുമായി 8-ാം സ്ഥാനത്താണുള്ളതെങ്കിൽ പഞ്ചാബ് FC 23 പോയിന്റുമായി തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 കളികൾ കുറവാണ് പഞ്ചാബ് FC കളിച്ചിട്ടുള്ളതും. ഈ വരുന്ന 5-ാം തീയതി മോഹൻ ബഗാനെതിരെയും അതുപോലെ തന്നെ 10-ാം തീയതി ഒഡീഷ FCക്കെതിരെയുമാണ് ഇനി പഞ്ചാബിന് മത്സരങ്ങളുള്ളത്. ഈ 2 മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം പഞ്ചാബ് FCക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു പടി മുകളിലേക്ക് പഞ്ചാബ് FC കടന്നു പോവുകയും ചെയ്യും. പക്ഷേ പഞ്ചാബിന് ഇനി വരുന്ന 2 മത്സരങ്ങളും ഒട്ടും എളുപ്പമല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഏതായാലും ബംഗളൂരു FCയുടെ കാര്യവും പരിതാപകരമാണ്. ഈ ഒരു സീസണിന്റെ തുടക്കത്തിലൊക്കെ എന്തൊരു ഫോമിലായിരുന്നു ബംഗളൂരു കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 5ലും വിജയമില്ലാതെ ഒരൊറ്റ സമനില മാത്രമായി 4 തോൽവികളുമായിട്ട് ബംഗളൂരു FC പരിതാപകരമായ നിലയിലാണ് തുടരുന്നത്. ഇനിയിപ്പോൾ ബാംഗ്ലൂർ വരുന്ന മത്സരങ്ങളിലൊക്കെ തോൽക്കുകയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായിട്ട് നിലനിർത്താൻ സാധിക്കും. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇനി ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇനിയുള്ള ഓരോ മത്സരങ്ങളും നമ്മുടെ ക്യാപ്റ്റൻ ആൻഡ്രിയാൻ ലൂണ പറഞ്ഞതുപോലെ ഫൈനലായിട്ട് കാണുക. തോൽവികൾ വഴങ്ങാതെ മാക്സിമം വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയേ പറ്റൂ. ഓരോ മത്സരവും ഫൈനലായിട്ട് കണ്ടുകൊണ്ട് മാക്സിമം പോയിന്റുകളും അറ്റൈൻ ചെയ്തേ മതിയാവൂ. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ബംഗളൂരുവും ഒഡീഷയും പഞ്ചാബും ഒക്കെ മാക്സിമം തോൽവികൾ ഏറ്റുവാങ്ങുക കൂടി ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാവും. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് നമുക്കറിയാമല്ലോ ഇനി കുറച്ച് ബ്രേക്കാണ്. ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി മോഹൻ ബഗാനെതിരെ കൊച്ചിയിൽ വെച്ചാണ് കളിക്കാനുള്ളത്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമില്ല. പക്ഷേ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല.